ശ്രീ ജെക്സി തോമസ്, മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു തരത്തിൽ ആശ്വാസമുണ്ട്. കാരണം അദ്ദേഹം സാധാരണഗതിയിൽ കോപ്പി പേസ്റ്റ് എന്ന രീതിയിലാണ് ഈ വന്യമൃഗ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാറ്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഗൂഢാലോചനാ സിദ്ധാന്തം മുന്നോട്ട് വെക്കാൻ അറിയാം. എന്താണ് ഇതൊരു വീണു കിട്ടിയ അവസരമാണോ അതോ അവസരം ഉണ്ടാക്കിയതാണോ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങേക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി വിശദീകരിക്കുന്ന രീതിയെ അങ്ങൊന്ന് പറഞ്ഞു തരാമോ? അങ്ങയുടെ ചോദ്യം വനം മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള എൻ്റെ വിശദീകരണത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും പരിമിതമായ ഒരു എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ അതിനൊരു വിശദീകരണം നൽകാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഈ വാർത്തയിൽ അങ്ങ് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും സാധാരണഗതിയിൽ ഏതു മരണവും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്. സ്വാഭാവികമായി അത് കുട്ടികളുടെ മരണമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രകടശേഷി 10 മടങ്ങ് മേലെയാണ്. പ്രത്യേകിച്ച് 15-14 വയസ്സൊക്കെയുള്ള, മാത്രമല്ല ഞാൻ അവിടെ നിന്ന് കേട്ട വിവരങ്ങൾ വസ്തുതാപരമെങ്കിൽ വീടിൻ്റെ മുറി നിറയെ ചിത്രങ്ങൾ വരച്ചിരുന്ന, വായിച്ച് വളരുവാൻ വേണ്ടിയിട്ട് ആപ്തവാക്യം എന്നതുപോലെ തൻ്റെ മുറിക്കുള്ളിൽ വാചകങ്ങൾ എഴുതി വെച്ച, ജീവിതത്തെക്കുറിച്ച് നിറമുള്ള പ്രതീക്ഷകളൊക്കെയുള്ള നല്ല സർഗാത്മക ശേഷിയുള്ള ഒരു കുട്ടിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയ പതാകകളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പുറവും മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അക്കാര്യത്തിൽ വേദന പങ്കിടുന്നവരാണ്. ആ കുടുംബത്തിൻ്റെ സവിശേഷകരമായ ദുഃഖത്തോടൊപ്പം നമ്മളെല്ലാവരും ഏറിയും കുറഞ്ഞും ചേർന്ന് നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മളത് നിർവഹിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന മരണങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ഇവിടെ സൂചിപ്പിച്ചു. അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഇപ്പോഴത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രതികരണം യഥാർത്ഥത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് ചേർന്നതുള്ളതാണോ എന്ന പ്രബലമായ ന്യായമായ സംശയം ഈ ചർച്ചയുടെ ആമുഖത്തിൽ തന്നെ ഞാൻ പങ്കുവെക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഇപ്പോഴുള്ള വിശദീകരണത്തോടുള്ള എൻ്റെ പ്രതികരണം എന്ന നിലയിലല്ല. ഇന്നലെ രാത്രി മുതൽ ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം വരെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പ്രതികരണങ്ങളോടുള്ള എൻ്റെ ഒരു റെസ്പോൺസ് എന്ന നിലയിൽ കണ്ടാൽ മതി. കാരണം അങ്ങൊന്ന് പരിശോധിച്ച് നോക്ക്, ഇന്നലെ മുതൽ ഈ ഒരു നിമിഷം വരെ അദ്ദേഹം പറയുകയാണ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. അദ്ദേഹം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേയറ്റം കുശാഗ്രമായ ബുദ്ധിയോടുകൂടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയും പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ്. അതായിരുന്നു ഇവരുടെ ആകെ പ്രതികരണം. പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ അങ്ങ് വനമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചു. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനത് വിശദീകരണം നൽകാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ് എന്നുള്ള UDFൻ്റെ ആകെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയുടെ മുതൽ UDF സ്ഥാനാർത്ഥിയുടെ വരെ പ്രതികരണത്തോട് എന്ത് തെളിവ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെ നിന്ന് ലഭിച്ച വിവരം? തങ്ങളുടെ മുമ്പിൽ സംഭവിച്ച മരണങ്ങളെ സംബന്ധിച്ച്, അപൂർവമെങ്കിലും അവിടെ ഉണ്ടായ മരണങ്ങളെ സംബന്ധിച്ച് ആ UDFൻ്റെ പ്രതിനിധിയുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചല്ലോ. ഒരു മണിയുടെ പേര് വിശദീകരിച്ചു, ഒരു അബ്ദുൾ റഷീദിൻ്റെ പേര് വിശദീകരിച്ചു, 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിശദീകരിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ട ഒരാൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. എവിടെ വഴി തടഞ്ഞു? കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്ന നേതാവായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങ് നിലമ്പൂർ ആശുപത്രിയുടെ മുമ്പിൽ പോയി നിന്ന് ആശുപത്രിയിലേക്ക് ഒരു മനുഷ്യനെ കയറാനും കടക്കാനും പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തിയത്. നിലമ്പൂരുകാരനായ DCCയുടെ പ്രസിഡന്റ് ഇവിടെ പോയി, അങ്ങ് ചോദിച്ചോ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായില്ല? സ്വന്തം നാട്ടിൽ ഒരു ജില്ലയിലെ കോൺഗ്രസിനെ ആകെ നയിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ ആകത്തുകയായിട്ടുള്ള അഭിപ്രായ പ്രകാരം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റ് എന്ന് അവരവകാശപ്പെടുന്നയാൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമായി നിലമ്പൂർ മാറിയപ്പോൾ ഇങ്ങനെ ഒരു പൊറാട്ട് നാടകം നടത്തിയപ്പോൾ ആ പൊറാട്ട് നാടകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്തേ നിലമ്പൂരുകാരനായ DCC പ്രസിഡന്റ് എന്തുകൊണ്ട് വന്നില്ല? നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്ന നട്ടാക്കുരുക്കാത്ത ശുദ്ധ നുണ അങ്ങേക്ക് ആങ്കർക്കറിയായിരിക്കും, കോൺഗ്രസ് നേതാവിന് അറിയില്ലെങ്കിൽ പോലും. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന വിസ്തൃതനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഇല്ലേ? പട്ടിണി മരണങ്ങളെ സംബന്ധിച്ച് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ ഉടമ അദ്ദേഹമായിരുന്നു. കഴുകൻ കണ്ണുകളോടുകൂടെ വിശന്ന് വലയുന്ന കുഞ്ഞ് മൃതപ്രായനായി മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും മരണത്തിന് ശേഷം ആ കുഞ്ഞിനെ തിന്നുന്നത് ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന കഴുകന്റെ ചിത്രം പകർത്തിയത് കെവിൻ കാർട്ടർ ആയിരുന്നു. പക്ഷേ പിന്നീട് ന്യൂയോർക്ക് ടൈംസിൽ അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ലോകമാകെ തിരക്കിയത് പട്ടിണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രം അർത്ഥപൂർണമാണ് എന്ന് വിശദീകരിക്കാൻ മാത്രമല്ല, ലോകത്തിന് അറിയേണ്ടത് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു. ആ മാധ്യമ പ്രവർത്തകന്, ഫോട്ടോഗ്രാഫർക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. കെവിൻ കാർട്ടർക്ക് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം സ്വന്തം ബൈക്കിൽ നിന്നും പുകക്കുഴലിൽ നിന്നൊരു ട്യൂബ് മൂക്കിലേക്ക് കടിപ്പിച്ച് വെച്ച് മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാചകം വേറെ ആരോർത്തിട്ടില്ലേലും കോൺഗ്രസ് പ്രതിനിധി അങ്ങോർത്ത് വെച്ചു.
ലോകമെമ്പാടുമുള്ള പട്ടിണി മൂലം മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കൊണ്ട് എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. എന്റെ രാത്രികൾ നിദ്രാവിഹീനമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മടങ്ങുകയാണെന്ന് എഴുതി വെക്കേണ്ടതായി വന്നു. കഴുകൻ തോറ്റുപോകുന്ന കുശാഗ്ര ബുദ്ധിയോടുകൂടെയല്ലേ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം നിലമ്പൂർ ആശുപത്രി കവാടം ഉപരോധിച്ചത്? എന്നിട്ട് പറയുന്നു സർക്കാർ സ്പോൺസേഡ് എന്ന്. എന്തടിസ്ഥാനത്തിൽ, എന്ത് വിവരത്തിൽ? ഞാൻ പറയട്ടെ, 2 വാചകം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടുള്ള എന്റെ റെസ്പോൺസ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ലക്ഷണമൊത്ത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വൈദ്യുതി മോഷ്ടാവായ ഒരു കള്ളൻ അല്ലേ, പന്നിനെ വൈദ്യുതി മുഖാന്തരം കരണ്ട് അടിപ്പിച്ച് കൊന്ന് പന്നിമാംസം വിറ്റ് ഉപജീവനം നടത്തുന്ന വൈദ്യുതി മോഷ്ടാവായ രാഷ്ട്രീയമുള്ള ഒരു കള്ളൻ അല്ലേ, ആ കള്ളൻ സ്വീകരിച്ച മോഷ്ടാവിന്റെ സമീപനത്തെ തുടർന്ന് നിരപരാധിയായ 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് മരണപ്പെടേണ്ടതായി വന്നു. ആ കള്ളൻ കൊന്നുകളഞ്ഞതാണ് ആ വിദ്യാർത്ഥിയെ. അതിനെന്താ സർക്കാരുമായിട്ട് ബന്ധം? വൈദ്യുതി മോഷ്ടിച്ചാൽ എങ്ങനെ KSEB അതിന് ഉത്തരവാദിത്തമാകും? അതിലെങ്ങനെ സർക്കാർ അതിന് ഉത്തരവാദിത്തമാകും? ഇത്തരത്തിൽ വൈദ്യുതി കമ്പി ഉപയോഗിച്ച ഇത്തരത്തിൽ കെണികൾ ഉണ്ടാക്കുന്നുണ്ട് തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ഇതിപ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അമ്മയടക്കം പറയുന്നുണ്ട്. അതിൽ ഇടപെട്ടില്ല KSEB എന്നിടത്താണ് ആ സർക്കാരിന്റെ സംവിധാനത്തിന് പിഴവ് ചൂണ്ടിക്കാണിക്കുന്നത്. ജെക്ക്, എനിക്ക് മറ്റതിലേക്ക് പോകേണ്ടതുണ്ട്. എന്റെ ചോദ്യത്തിന് മറുപടി തരണം. വനം മന്ത്രി ഇതൊരു അവസരമായി കിട്ടിയതാണോ അതൊരു അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നിടത്ത് ഇത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന ഉന്നമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. അതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു വനമന്ത്രിയുടെ ആകെയുള്ള പ്രതികരണത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ഗൂഢാലോചന എന്ന ചോദ്യത്തെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പങ്കുവെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദ്യം അർത്ഥരഹിതമാണോ, പരിപൂർണമായ ഒരു പച്ചക്കള്ളമോ ഒരു നുണയമാണോ? തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് കോൺഗ്രസ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുമോ ഇല്ലയോ? ഈ ചോദ്യമായിരിക്കുമല്ല സ്വാഭാവികമായി കേൾക്കുന്ന എല്ലാവർക്കും തിരികെ ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് സ്പോൺസർഡ് മർഡറൊക്കെ പരാതിരഹിതമായി പരിക്കേൽക്കാതെ അവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു വിജയോജിപ്പുമില്ല. പക്ഷെ വനം മന്ത്രിയുടെ കോൺഗ്രസ് ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള സംശയം അന്യായമാണോ? എന്താണ്? ഞാൻ 3 ഉദാഹരണങ്ങൾ പറയാം. അല്പമാസങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായ വഴിക്കടവിൽ നിന്ന് അല്പ കിലോമീറ്ററുകൾക്ക് മാറിയാൽ തുവൂരിലെത്താം. ആ തുവൂരിൽ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രതിനിധിയുടെ സഹപ്രവർത്തകനായ ഒരു വിഷ്ണു ഉണ്ടായിരുന്നു. UDYF അതാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ആവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ സുഹൃത്തായ ഒരു വനിത സുജാതയെ സ്വന്തം വീടിന് മുമ്പിൽ കൊന്നു കുഴിച്ചിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ UDYF ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി ഇപ്പൊ വിശദീകരിച്ച നേരത്തെ പറഞ്ഞ മുഴുവനും ഞാൻ കേട്ടിരുന്നു. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയ മറുപടിയായിരുന്നു. അത് മുഴുവനും ഞാൻ കേട്ടിരുന്നു. എന്റെ ചോദ്യത്തിന് മറുപടി പറയണം എന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു. അങ്ങ് അതിൽ വനമന്ത്രി പറഞ്ഞത് ഒരു ചോദ്യത്തിന് മറുപടിയാണ്, ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെയാണ് വനമന്ത്രി പറയുന്നത്. പക്ഷെ അവിടെ അവസരം ഉണ്ടാക്കിയെടുത്തതാണോ എന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ കൊലപാതകമാണോ? അത് കോൺഗ്രസ്സുകാരനല്ലേ പ്രതി എന്ന് ചോദിക്കുന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ ഉറ്റ സുഹൃത്തല്ലേന്ന് ചോദിക്കുന്നു. ഇത് രാഷ്ട്രീയ അറിവോട് നടത്തിയ കൊലപാതകം എന്ന ഉന്നമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അതിന് മറ്റുദാഹരണങ്ങൾ പറഞ്ഞു പോകരുത്. അങ്ങയുടെ ആദ്യഘട്ടത്തിൽ മുഴുവനും ഞാൻ കേട്ടിരുന്നു. ഉദാഹരണങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് അങ്ങ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് അത്ര എനിക്ക് വേണമെങ്കിൽ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയ നിമിഷം അങ്ങ് ഈ ചർച്ച ഇത്രയും തുടങ്ങി അങ്ങാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അങ്ങനെ ഇഷ്ടക്കുറവുള്ള ഒരാളാണ് ഞാനെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഈ 3ാമത്തെ സെന്റൻസിൽ ഇടപെട്ട് സംസാരിക്കാമായിരുന്നു. അങ്ങ് പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയ മറുപടിയും ഞാൻ കേട്ടു. ജെക്ക്, മുഴുവൻ രാഷ്ട്രീയ മറുപടിയും കേട്ടതിന് ശേഷം എന്റെ ചോദ്യത്തിൽ നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്. അങ്ങ് കേട്ടില്ല. ഇനി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, എനിക്ക് മുന്നോട്ട് പോകാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതായത് സുജാത എന്ന് പറയുന്ന സ്ത്രീയെ സ്വന്തം വീടിന് മുമ്പിൽ കുഴിച്ചിട്ടിട്ട് ആ കൊലപാതക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസിന്റെ ചെറിയ നേതാവായിരുന്നില്ല. ഈ നിലമ്പൂരിന് സമീപമുള്ളിടത്ത മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പോലീസ് കൈയോടെ പിടിച്ചു. നിസ്കാരപ്പായിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു പറഞ്ഞ് പച്ചക്കള്ളം തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചിട്ട് ആ സ്ത്രീ തന്നെ ഈ കോൺഗ്രസും ലീഗും ചേർന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ നബീസ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തൊട്ടപ്പുറയുള്ള കോഴിക്കോട് നാദാപുരത്തുണ്ട്. ചവറയിലെ സരസൻ നമ്മളുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ എത്ര കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ അതുകൊണ്ടാണ് ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. നിലമ്പൂരിലും ഇതേപോലെ തന്നെ ചെയ്തതാണോ ശരി എന്ന് നിങ്ങൾ സംശയിക്കുന്നു? അതാണ് ഞാൻ അങ്ങയുടെ മറുപടിയിൽ നിന്ന് എടുത്തത്. ശരി.